ഈ പറപ്പിച്ച് വിട്ട് പോണതേ ചന്തയിലേക്കാണ്. നേരത്തെ കാലത്ത് ചന്തയിൽ എത്തിയിട്ടില്ലെങ്കിൽ മീൻ പോയിട്ട് മീനിന്റെ മുള്ളു പോലും കിട്ടിയാട്ടാ. ഇന്ന് നമ്മൾ ഷാർപ്പ് ടൈമിന് എത്തിയതുകൊണ്ട് തന്നെ തട്ട് നിറയെ മീനുകളായിരുന്നു കേട്ടോ. ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഒരു 4 റൗണ്ട് ഇങ്ങനെ ചുറ്റണം, അതാണ് അതിന്റെ ഒരു ഇത്. അങ്ങനെ മീനും തേങ്ങയൊക്കെ മേടിച്ച് നേരെ വീട്ടിക്ക് പോന്നേ. ദിവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇവിടെ കുറച്ച് നല്ല നെയ്യുള്ള ചാള ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കറി വെക്കാം, ലവനം നമുക്ക് പൊരിച്ചടിക്കാം. മീന്റെ സ്മെല്ല് അടിച്ചപ്പോ തന്നെ പൂച്ചക്കുട്ടന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. 3 100 രൂപയ്ക്ക് നല്ല ഭംഗി കണ്ട് മേടിച്ച മീനാണ്. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല, അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ്. മേടിക്കുമ്പോ തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായ മക്കളെ ഇതിന്റെ തൊലി ഉരിക്കണം, അതുകൊണ്ട് ഞാൻ തൊലി എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെ കറി വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവാന്ന് എനിക്ക് അറിയാത്തോണ്ട് തന്നെ ഞാൻ എന്റെ അമ്മൂനെ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചുട്ടാ. അമ്മൂന്റെ അമ്മയും തേങ്ങ അരച്ച് കറി വെച്ചാലാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഇടം വല്ലം ചിന്തിക്കാതെ അത് അങ്ങോട്ട് ചെയ്തുട്ടാ. അപ്പോഴേക്കും ചാളക്കുട്ടന്മാരെല്ലാരും മസാല എല്ലാം അങ്ങോട്ട് കുളിപ്പിച്ച് കിടത്തിയിട്ട് നേരെ എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചങ്ങോട്ട് എടുത്തുട്ടാ. ചാള ഫ്രൈക്ക് അന്നും ഇന്നും എല്ലാം ഫാൻസ് ആണ് കേട്ടോ. ഇപ്പഴത്തെ ചട്ടിയിൽ അതിന്റെ മുട്ടയും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, കൂടെ കുറച്ച് മോരും. അങ്ങനെ മീൻകറിയും മീൻ പൊരിച്ചതും മോരും മീനിന്റെ മുട്ടയും എല്ലാം കൂടി വെച്ച് നല്ലൊരു സിനിമ അങ്ങോട്ട് ഫോണിൽ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് അങ്ങോട്ട് ഫുഡ് അങ്ങോട്ട് കഴിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബാക്കി വിശേഷം നാളെ പറയാട്ടോ. ബൈ.